ദുആക്ക് ഇജാബത്തുള്ള പ്രത്യേകമായ സമയങ്ങളെയും സ്ഥലങ്ങളെയും നീ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആ സമയങ്ങളിൽ നീ ശരിക്കും അത് ഉപയോഗപ്പെടുത്തണം. അതിലൊന്നാണ് വഖ്തുസ് സഹർ, രാവിന്റെ അന്ത്യയാമങ്ങൾ. രാത്രിയുടെ 1/3 തിരിച്ചാൽ 1/3 അവസാനിച്ച് 1/3 2 ഭാഗം കഴിഞ്ഞ് അസ്സുലുസുൽ ആഖിറു മിനൽ ലൈൽ, രാത്രിയുടെ അവസാനത്തെ യാമങ്ങൾ, സുബഹിയുടെ മുമ്പ് വരുന്ന ഫജ്റിന്റെ ആ സമയത്ത് ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട്. നമ്മൾ ധാരാളം കേട്ടതാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചു തന്നു, നമ്മുടെ റബ്ബ് നമ്മുടെ അടുത്ത ആകാശത്തിലേക്ക് അവൻ അനുയോജ്യമായ നിലയ്ക്ക് ഇറങ്ങി വരുന്ന നേരമാണ്. എന്നിട്ട് ചോദിക്കും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ തരാം. ആരുണ്ട് എന്നോട് പൊറുക്കണേ എന്ന് പറയാൻ, ഞാൻ പുറത്തു തരാം. ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾ ചോദിക്കാൻ, അവന്റെ ആവശ്യങ്ങൾ ഞാൻ നിവർത്തിച്ച് തന്നോളാം എന്ന് റബ്ബ് ഓഫർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. യൗമുൽ ജുമഅയിൽ ഒരു പ്രത്യേക സമയമുണ്ട്. അന്നത്തെ വെള്ളിയാഴ്ച ജുമയും കഴിഞ്ഞ് മഗ്‌രിബ് അസ്തമിക്കുന്നതിന്റെ മുമ്പ് വരെ ആ സമയം നീണ്ടു നിൽക്കുകയാണ്. നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് എല്ലാവരും അശ്രദ്ധരാകുന്ന സമയമാണ് വെള്ളിയാഴ്ച അസർ കഴിഞ്ഞിട്ട് മഗ്‌രിബിന്റെ ഇടയ്ക്കുള്ള സമയം. ആ സമയത്ത് കൂടുതൽ ദുആക്ക് ഇജാബത്തുണ്ട്. നമ്മൾ തീരെ മൈൻഡ് ചെയ്യാത്തൊരു സംഗതിയാണ്. നമ്മളെ ജുമയുടെ പുണ്യം എന്ന് പറഞ്ഞാൽ ജുമഅക്ക് പോകലോടുകൂടെ കഴിഞ്ഞു. പിന്നെ അന്ന് വെള്ളിയാഴ്ച എന്നുള്ള ഓർമ്മ തന്നെയല്ല. വാസ്തവത്തിൽ അന്നത്തെ അസർ മുതൽ മഗ്‌രിബ് വരെയുള്ള സമയത്തിന് ഏറ്റവും പ്രത്യേകതയുണ്ട് എന്നാണ് വളരെ കൃത്യമായി ഈ വിഷയങ്ങളിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അശ്രദ്ധമാകേണ്ട സമയമല്ല അത്. അതുപോലെ തന്നെ മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുആക്ക് ഇജാബത്ത് ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്കുള്ള സമയം. നമുക്കതാ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ഇഖാമത്തിന്റെ ഇടയ്ക്ക് 10-20 മിനിറ്റ് ഇവിടെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ജമാഅത്ത് തുടങ്ങുന്നതിന്റെ മുമ്പ്. ആ സമയങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ സമയത്ത് ഖുർആൻ ഓതുന്നതിനേക്കാളും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ദുആക്കാണ്. ഖുർആൻ ഓതാണെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഓരോ വചനങ്ങളുടെ ചില ഘട്ടങ്ങളിൽ ദുആയുടെ സമയത്ത് ദുആ ചെയ്യുമ്പോൾ രണ്ടും നമുക്ക് കിട്ടി. അപ്പൊ ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്കുള്ള ദുആ, അതിന് പ്രത്യേകം പ്രാധാന്യമുണ്ട്. അങ്ങനത്തെ കുറെ സമയങ്ങളുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ചില പ്രത്യേകമായ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പള്ളികൾ, മൊത്തത്തിൽ പള്ളികളിൽ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളാണ്. വിശിഷ്യ 3 പള്ളികൾ, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയും ഒക്കെ. അങ്ങനത്തെ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഇനി അതുപോലെ ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. ദഅവത്തുൽ മദ്ലൂം, മദ്ലൂമിന്റെ പ്രാർത്ഥന, മർദിതന്റെ പ്രാർത്ഥന, അത് തള്ളപ്പെടൂലാണ്. മർദിച്ചൊതുക്കപ്പെടണം, അവന്റെ പ്രാർത്ഥന തട്ടൂലാണ്. അതുപോലെ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയങ്ങളെയല്ലേ ഇപ്പൊ ദുആ ചെയ്യാ. മുസാഫിറിന്റെ പ്രാർത്ഥന. ദഅവത്തു സായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന, നോമ്പുകാരനായിരിക്കെ ദുആകൾ ചെയ്യുക, അതൊക്കെ ഇജാബത്തുള്ള സമയങ്ങളാണ്. ദഅവത്തുൽ മുൽതർ, വല്ലാതെ വിഷമവും പ്രയാസവും അനുഭവിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ തന്റെ മുസ്ലിമായ സഹോദരന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാപ്പിയമ്മയൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാനസികമായ അവസ്ഥ, ആ നിലക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, ആ നിലക്കുള്ള സന്ദർഭങ്ങളും ചില സാഹചര്യങ്ങളും ചില വ്യക്തിത്വങ്ങൾക്കുമൊക്കെ പ്രാധാന്യമുണ്ട്.